ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്തേ. നമ്മുടെ കഥയുടെ ബാക്കി നോക്കാം അല്ലേ. അപ്പോൾ വിതുരരുടെ കഥയൊക്കെ പറഞ്ഞു, വിതുരരുടെ പുനർജന്മ കഥ, ശാപവും ഒക്കെ പറഞ്ഞു. അതൊക്കെ മുമ്പത്തെ എപ്പിസോഡ്സിലുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് പിന്നെ രാജകുമാരന്മാരുണ്ടായി, അവരുടെ ജീവിതത്തിൽ പിന്നെ എന്താ ഉണ്ടായത്. രാജകുമാരന്മാർ വന്നതോടുകൂടി ഹസ്തിനപുരത്തിലെ പ്രജകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അവരുടെ ഒരു വിശ്വാസം, അതായത് ഇവരുണ്ട് ഇനി നമ്മളെ കാക്കാൻ എന്നുള്ളൊരു വിശ്വാസം വന്നു. രാജകുമാരന്മാരാച്ചെങ്കിൽ എല്ലാതരം വിദ്യകളും, ധനുർവിദ്യ, ഗദ, അഗ്നിയുദ്ധം തുടങ്ങിയ എല്ലാ വിദ്യകളും പഠിച്ചു. വില്ല് കൊണ്ടുള്ള പ്രയോഗത്തിൽ പാണ്ഡുവായിരുന്നു പ്രമുഖനെങ്കിൽ ശക്തി ധൃതരാഷ്ട്രക്കായിരുന്നു കൂടുതലും. ധർമ്മസംബന്ധമായ എല്ലാ കാര്യത്തിലും അതിജ്ഞാനിയായിരുന്നു വിതുരര്. അപ്പോൾ എല്ലാവരും എല്ലാത്തിനും തികഞ്ഞവരായി. ഇനി ആരാണ് രാജാവാകുക? ധൃതരാഷ്ട്രർ അന്ധനായതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞ ധൃതരാഷ്ട്രര് രാജ്യമൊഴിഞ്ഞു കൊടുത്തു. വിതുരര് ശൂദ്രപുത്രനായതുകൊണ്ട് വിതുരർക്കും രാജ്യം കിട്ടില്ല. പിന്നെ പാണ്ഡുവാണ് അവിടെയുള്ളത്. പാണ്ഡു തന്നെയാണ് രാജാവ്, അങ്ങനെ തീരുമാനിച്ചു. പിന്നെ ഇവരുടെ കല്യാണം നടത്താനുള്ള കാര്യത്തിൻ്റെ ചർച്ചയിലായി നമ്മുടെ ഭീഷ്മരും വിതുരരും. ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു? ഉത്തമമാരായ കന്യാകന്മാരൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ കുന്തിഭോജന്റെ പുത്രിയായിട്ടുള്ള പൃഥ അഥവാ കുന്തിദേവി ഉണ്ടല്ലോ. അപ്പൊ പാണ്ഡുവിന് കുന്തിദേവി, പിന്നെ സുബലിയുടെ പുത്രിയായിട്ടുള്ള ഗാന്ധാരിയും ഉണ്ട്, ഗാന്ധാര രാജകുമാരി. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരി. അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുകയാണ്. ധൃതരാഷ്ട്രക്ക് കല്യാണം ആലോചിക്കുന്ന ഗാന്ധാരിക്ക് 100 പുത്രന്മാരുണ്ടാകുമെന്ന് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ള കാര്യം എങ്ങനെയൊക്കെയോ ഭീഷ്മർ അറിഞ്ഞിരുന്നു. അതായിരുന്നു ഗാന്ധാരിയെ സെലക്ട് ചെയ്യാനുള്ള കാരണത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അങ്ങനെ ധൃതരാഷ്ട്രയുടെ കല്യാണാലോചനയുമായിട്ട് ഭീഷ്മർ പോവാണ് ഗാന്ധാര ദേശത്തിലേക്ക്. ഗാന്ധാരിയോട് ചെക്കൻ്റെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അങ്ങനെ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്ത ഒരാളെ കൊണ്ടാണ് തൻ്റെ മാതാപിതാക്കൾ തന്നെ കല്യാണം കഴിപ്പിക്കുന്നത് ഗാന്ധാരിക്ക് മനസ്സിലായി. അപ്പോൾ ഗാന്ധാരി എന്താ ചെയ്തേ? ഒരു കട്ടിയുള്ള തുണിയെടുത്ത് അത് തൻ്റെ കണ്ണിൽ കെട്ടിവെച്ചു. എൻ്റെ ഭർത്താവിനില്ലാത്ത കാഴ്ച എനിക്കും വേണ്ട. പതിവ്രതയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു ഗാന്ധാരി.